വിറകടുപ്പിലൊരല്പം ചിക്കൻ ലിവർ പുരട്ടായാലോ? ആദ്യം അടുപ്പത്തിരിക്കുന്ന ഈ കലത്തെ ചവിട്ടി പുറത്താക്കണം. ശേഷം വാരി പറക്കിയിട്ടൊരു 3 സവാള അങ്ങ് അരിഞ്ഞെടുക്കുക. കാണാൻ വൃത്തിയുള്ളൊരു കടായി എടുക്കുക. അടുപ്പത്തേക്ക് വെക്കുക. അല്പം വെളിച്ചെണ്ണ വീറ്റുക. അരിഞ്ഞു വെച്ച സവാളയും കൂടെ ഇട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അവനെ പൂട്ടിയിട്ടൊന്ന് വേവിക്കാൻ വെക്കുക. പിന്നെ ഈ കളർഫുൾ വണ്ടർഫുൾ ആയിട്ടുള്ള കവറെല്ലാം പൊട്ടിച്ച് പൊടിയെല്ലാം കൂടെ പാത്രത്തിലേക്ക് അങ്ങ് തട്ടുക. മൂടി തുറക്കുമ്പോൾ അത്യാവശ്യമായപ്പെട്ടു വന്നവൻ്റെ മണ്ടയ്ക്കോട്ട് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പോകുന്ന ഈ ഒരു കൂട്ടുപ്രതികളെയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറണം. അതിനുശേഷം നേരത്തെ തട്ടിയെടുത്ത പൊടിക്കൈ എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴും പച്ചമണം മാറണം. മല്ലിയില, കറിവേപ്പില, തക്കാളി ഇതെല്ലാം കൂടെ തട്ടി കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ചിക്കൻ്റെ കടന്നുവരവ് അപ്രതീക്ഷിതമായതുകൊണ്ട് ഇവന്മാരെയൊന്നും ഇവിടെ പെട്ടെന്ന് കരുതാൻ പറ്റിയില്ല. പച്ചമണം മാറി ഇവന്മാരൊക്കെ ഒരു വഴിക്കായപ്പോഴേക്കും ഞാൻ എടുത്തു വെച്ചിരുന്ന ലിവറെല്ലാം കൂടെ തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാൻ തുടങ്ങി. പണ്ട് ചിക്കൻ വെക്കാൻ ലോക തോൽവിയായിരുന്നു ഞാൻ. ഇപ്പോൾ ഈയിടെയായിട്ട് 5 സ്റ്റാർ റേറ്റിംഗുള്ള അത്യാവശ്യം നല്ലൊരു കുക്കായി മാറിയിട്ടുണ്ട്. ഒരല്പം വെള്ളം വീഴ്ത്തി ഇവന്മാരെ പിടിച്ചങ്ങ് അടച്ചിട്ടാൽ പിന്നെ വെന്തല്ലാണ്ട് ഞാൻ തുറക്കത്തില്ല. സ്മെല്ല് വരുത് എന്ന് മനസ്സിലാക്കി ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ കറി ആയിട്ടുണ്ട്. എന്നാൽ പെരട്ടാവുമ്പോൾ അല്പം കൂടി ഒന്ന് പെരളണമല്ലോ. കുട്ടി ദോശ ചിന്നക്കറി എന്നും പറഞ്ഞ് ഞാനൊരല്പം ദോശയിലെടുത്ത് മുക്കി ഈ മിഷ്യൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. സ്വർഗം മാമാ സ്വർഗം.